ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിലും ദൈവവചനം കേൾക്കുവാൻ നമ്മെ ഇടയാക്കുന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 67 മുതൽ 69 വരെ. ഇന്നത്തെ കുറിവാക്യം 1 രാജാക്കന്മാർ 17-ാം അധ്യായം 10-ാം വാക്യം. അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. സീദോന് 8 കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്തിരുന്നതും ഇന്ന് സരഫൻഡ് എന്ന് വിളിക്കുന്നതുമായ ഒരു അറബി പട്ടണമായിരുന്നു സാരെഫാത്ത്. ക്ഷാമകാലത്ത് ദൈവം ഏലിയാവിനെ പോറ്റുവാൻ തിരഞ്ഞെടുത്ത വിധവയായ ഒരു അമ്മയും മകനും താമസിച്ചിരുന്നത് സാരെഫാത്ത് എന്ന ഈ പട്ടണത്തിലായിരുന്നു. എന്നാൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ഈ പട്ടണത്തെ സീദോനിലെ സരപ്ത എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഹാബ് രാജാവിനെ ഭയന്ന് കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരുന്ന ഏലിയാവിന് അവിടുത്തെ വെള്ളം പറ്റിയപ്പോൾ ദൈവം ഈ ഏലിയ പ്രവാചകനെ അയക്കുന്നത് ഈ അമ്മയുടെ അടുക്കലേക്കാണ്. വൈധവ്യം അനുഭവിച്ച ഈ മാതാവിന്റെ ജീവിതം എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, പ്രതിസന്ധിയിൽ എല്ലാം അവസാനിപ്പിക്കുവാനൊരുങ്ങുന്ന മാതാവ്. ആഹാബ് കുടുംബത്തിന്റെ പാപം മൂലമുള്ള ന്യായവിധി ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. കാരണം തുടർച്ചയായി 3 വർഷം മഴ ലഭിക്കാതെ വരുമ്പോൾ കൊടും വരൾച്ച ഉണ്ടാകുന്നു. അതിലൂടെ ഈ അമ്മയുടെയും മകന്റെയും ജീവിതം തകർന്നു പോകുന്നു. ആരും സഹായമില്ലാതെയുള്ള വൈധവ്യത്തിന്റെ നാളുകൾ ഏറെ നിരാശാജനകമായി തീരുന്നു. എല്ലാവരും ചുറ്റിലുമുണ്ടെങ്കിലും ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെയാണ് ഇന്നത്തെ ജനസമൂഹം. എന്നാൽ ഇവിടെ സാരെഫാത്തിലെ വിധവയും മകനും ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഏതൊരമ്മയ്ക്കും തന്റെ മക്കളുടെ സംരക്ഷണമാണ് വലുത്. ഇവിടെ തന്റെ മകനെ സംരക്ഷിക്കുവാൻ കഴിയാത്തതിനാൽ ജീവൻ തന്നെ വെടിയുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ആ മാതാവ്. പ്രതിസന്ധികളും ഒറ്റപ്പെടലുകളും പരിഹാസങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാം. എന്നാൽ അവയിൽ തളർന്നു പോകാതിരിക്കുവാൻ ആ അമ്മയെ ഏലിയ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, പ്രതിസന്ധിയിലൂടെ പുതുവഴി തുറക്കുന്ന ദൈവം. സാരെഫാത്തിലെ വിധവയെയും മകനെയും ദൈവത്തിന് അറിയാം. അവരുടെ ആവശ്യം എന്താണെന്നും ദൈവത്തിന് അറിയാം. എന്നാൽ പ്രതിസന്ധിയിൽ കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, അഥവാ ജീവൻ നൽകിയ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രവാചകന്റെ വാക്കുകൾ അനുസരിക്കുമ്പോൾ ക്ഷാമം തീരുന്നതുവരെ സുഭിക്ഷമായി ദൈവം അവരെ പരിപാലിക്കുന്നു. അമ്മയെയും മകനെയും മാത്രമല്ല, വിധവയുടെ വീട്ടുകാരെയും ദൈവം സംരക്ഷിക്കുന്നു എന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, വിധവയുടെ മരിച്ചുപോയ മകനെ പ്രവാചകൻ ഉയർപ്പിക്കുകയും ചെയ്യുന്നു. അതിലൂടെ യഹോവയുടെ വചനം സത്യമുള്ളതാണെന്ന് രുചിച്ചറിയുവാൻ ആ മാതാവിന് ഇടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് ഓടി ഒളിക്കുവാനല്ല, മറിച്ച് അതിനെ തരണം ചെയ്ത് മുന്നേറുമ്പോൾ അതിന്റെ അവസാനം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നന്മ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഏത് അവസ്ഥയിലും നമ്മോട് കൂടെ ഇരിക്കുന്നത് ഒരുവനേ ഉള്ളൂ, അത് കർത്താവാകുന്നു. അവനിൽ ആശ്രയിച്ച് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം നമുക്ക് അർത്ഥപൂർണമാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രതിസന്ധികൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ദാനമാണെന്ന് തിരിച്ചറിയുവാനും അതിലെ നന്മകൾ അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.